162 ആയുഷ്മാൻ മഹാകൊട്ടിത ഭഗവാന്റെ അടുത്ത് വന്ന് എന്നിട്ടിങ്ങനെ പറഞ്ഞു, ബന്ദേ, എനിക്ക് ധർമ്മം സംക്ഷിപ്തമായിട്ട് ഉപദേശിച്ചു തന്നു കഴിഞ്ഞാലും. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, കൊട്ടിത, ഏതൊന്ന് അനിത്യമാണോ അതിനോടുള്ള ആഗ്രഹത്തെ താങ്കൾ ഉപേക്ഷിക്കുക. എന്താണ് അനിത്യം? കണ്ണ് അനിത്യമാണ്, അതിനോടുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുക. രൂപം അനിത്യമാണ്, ചക്ഷുവിജ്ഞാനം അനിത്യമാണ്, ചക്ഷു സ്പർശം അനിത്യമാണ്. ചക്ഷുസ്പർശം മൂലം ഏതൊരു വേദന ഉണ്ടാകുന്നുവോ, സുഖവും ദുഃഖവും ന്യൂട്രലും, അതിനുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ള ആയതനങ്ങളെയും ഉപേക്ഷിക്കാൻ പറയുന്നു. ഇത് അർഹന്തനാകാനുള്ള ഒരു മാർഗമാണ്. അതായത് അനിത്യം മാത്രം കണ്ടു കഴിഞ്ഞാലും നമ്മൾ അർഹന്തനാവും. ഇനി അതേ സംഗതി ഇനി വേറൊരു സൂത്രത്തിൽ പറയും. 163 ആയുഷ്മാൻ കോട്ടിയതിനോട് പറയുകയാണ് ഭഗവാൻ, ഏതൊന്ന് ദുഃഖമാണോ അതിനോടുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുക. ഏതൊക്കെയാണ് ദുഃഖം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. 6 ആയതനങ്ങളും അതിൻ്റെ വെളിയുള്ള ഒബ്ജക്റ്റുകളും വിജ്ഞാനങ്ങളും സ്പർശവും വേദനയും എല്ലാം തന്നെ ദുഃഖമാണ്. അതിനോടുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ അടുത്ത സൂത്രത്തിൽ 164 പറയുന്നത്, ഏതൊന്ന് അനാത്മകമാണോ അതിനോടുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുക. ഏതാണ് അനാത്മകം? ഈ 6 ഇന്ദ്രിയങ്ങളും അനാത്മകമാണ്. 165 ഒരിക്കൽ ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബന്ദേ, എങ്ങനെയാണ് മിഥ്യാദൃഷ്ടിയെ ഉപേക്ഷിക്കേണ്ടത്? ഭിക്ഷു, ഏതൊരു സമയത്ത് ഒരു ഭിക്ഷു കണ്ണിനെ അനിത്യമാണ് എന്ന് കാണുന്നുവോ അറിയുന്നുവോ അവൻ്റെ മിഥ്യാദൃഷ്ടി ഉപേക്ഷിക്കപ്പെട്ടു. അതേപോലെ തന്നെ ഏതൊരു ഭിക്ഷു രൂപത്തെ അനിത്യമാണ് എന്ന് കാണുന്നുവോ അറിയുന്നുവോ അവൻ്റെ മിഥ്യാദൃഷ്ടി ഉപേക്ഷിക്കപ്പെട്ടു. അതേപോലെ തന്നെ ചക്ഷുവിജ്ഞാനം, ചക്ഷുസ്പർശം, അതേപോലെ തന്നെ ചക്ഷുവിൽ നിന്നുണ്ടായിട്ടുള്ള വേദന, ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്യണം അത് അനിത്യമാണെന്ന്. അപ്പോൾ നമ്മുടെ മിഥ്യാദൃഷ്ടി ഉപേക്ഷിക്കപ്പെടും. അതേപോലെ തന്നെ ബാക്കിയുള്ള ആയതനങ്ങളിലും ഇതേപോലെ തന്നെയാണ് സക്കായ ദൃഷ്ടിയും ഉപേക്ഷിക്കേണ്ടത്. അത് അടുത്ത 166 സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആത്മഭാവം, അതായത് എനിക്കൊരു ആത്മാവുണ്ട് എന്ന ഭാവവും ഇതേ രീതിയിൽ തന്നെയാണ് ഉപേക്ഷിക്കേണ്ടത്. ഇനി പറയുന്ന ഓരോന്നും തന്നെ അർഹന്തനാകാനുള്ള മാർഗമാണ്. അതായത് നമുക്ക് മുക്തി നേടാൻ ഉള്ള മാർഗമാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുക്തി നേടാവുന്നതാണ്. 168 ഏതെന്ന് അനിത്യമാണോ അതിനോടുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക. ഏതാണ് അനിത്യം? നമ്മുടെ ഉള്ളിലുള്ള 6 ആയതനങ്ങൾ. അതേപോലെ തന്നെ വെളിയിലുള്ള 6 ആയതനങ്ങളോടുള്ള അനിത്യമാണ്. അതിനോടുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ അർഹന്തനാകും. ഉള്ളിലുള്ള 6 ആയതനങ്ങളോടുള്ള ചന്തരാഗം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ അർഹന്തനാകും. ഉള്ളിലുള്ള 6 ആയതനങ്ങളോടുള്ള അത് ദുഃഖമാണ്, അതിനോടുള്ള ആഗ്രഹം ഇല്ലാതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അർഹന്തനാകും. ഉള്ളിലുള്ള അനാത്മകമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക, അതായത് 6 ആയതനങ്ങൾ. അതേപോലെ തന്നെ വെളിയുള്ള 6 ആയതനങ്ങളോടുള്ള ആഗ്രഹം നമ്മൾ ഉപേക്ഷിക്കുക, അതായത് രൂപം, സ്പർശം, ഗന്ധം, രസം തുടങ്ങിയവ. വെളിയുള്ള 6 ആയതനങ്ങളോടുള്ള ദുഃഖത്തോടുള്ള നമ്മൾ ആഗ്രഹം ഉപേക്ഷിക്കുക. വെളിയുള്ള 6 ആയതനങ്ങൾ അത് അനാത്മകമാണ്, അതിനോടുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും ഉള്ളിലുള്ള എന്തെല്ലാമുണ്ടോ 6 ആയതനങ്ങളുണ്ടോ അതെല്ലാം അനിത്യമാണ്, അതിനോടുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഉള്ള ഏതെല്ലാം പുറത്തുള്ള ആയതനങ്ങളുണ്ടോ അതെല്ലാം അനിത്യമാണ്, അതിനോടുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഉള്ളിൽ ഉള്ളത് എന്തെല്ലാമുണ്ടോ അതെല്ലാം ദുഃഖമാണ്, അനാത്മകമാണ്, അതിനോടുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക. ഉള്ളിലുള്ള ഈ 6 ആയതനങ്ങൾ അത് അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മകമാണ്. അതേപോലെ തന്നെ വെളിയുള്ള 6 ആയതനങ്ങൾ അത് ദുഃഖമാണ്, അനിത്യമാണ്, അനാത്മകമാണ്. 229 ഭിക്ഷുക്കളെ, സാധാരണ വ്യക്തി സമുദ്രത്തെ വിളിക്കുന്നത് ഒരു വെള്ളത്തിൻ്റെ ഒരു വലിയ മഹാസമുദ്രം, അതിനെയാണ് അവർ സമുദ്രം എന്ന് വിളിക്കുന്നത്. എന്നാൽ ആര്യശ്രാവകന്മാർ അതിനെയല്ല സമുദ്രം എന്ന് വിളിക്കുന്നത്. ഭിക്ഷുക്കളെ, കണ്ണിലാൻ കാണപ്പെടുന്ന രൂപം അത് അനുകൂലമാണ്, ആഗ്രഹിക്കുന്നതാണ്, സന്തോഷജനകരമാണ്, സുഖകരമാണ്, ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, നമ്മളെ രസിപ്പിക്കുന്നതാണ്. ഇതിനെയാണ് ആര്യശ്രാവകന്മാരുടെ ഭാഷയിൽ സമുദ്രം എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ദേവന്മാരും മനുഷ്യന്മാരും ബ്രഹ്മന്മാരും ശ്രമണ ബ്രാഹ്മണന്മാരും എല്ലാവരും ഇവിടെ മുങ്ങിക്കിടക്കുന്നത് ഈ സമുദ്രത്തിലാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ദുഃഖത്തിൽ നിന്ന് മോചിതൻ ആകാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ബാക്കി 5 ഇന്ദ്രിയങ്ങളിലുമുള്ള ആ സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ
അതിലാണ് എല്ലാവരും മുങ്ങിത്താഴുന്നത്. ഇതിനെയാണ് ആര്യന്മാരുടെ ഭാഷയിൽ സമുദ്രം എന്ന് വിളിക്കുന്നത്. 230. ഇനി ഈ 6 ആയുധങ്ങളെ ഒരു ചൂണ്ടയെപ്പോലെയാണ് പറയുന്നത്. ഒരു മീൻപിടുത്തക്കാരൻ ഒരു ഇരയെ ചൂണ്ടയിൽ ഇട്ട് സമുദ്രത്തിൽ ഇടുന്നു. അപ്പോൾ അതിലുള്ള മീനുകൾ അതിനെ തിന്നാൻ വേണ്ടി വരുന്നു. അതിനുശേഷം അവ അപകടത്തിൽപ്പെടുന്നു. അതേപോലെ തന്നെ ഭിക്ഷുക്കളെ കണ്ണുകൊണ്ട് കാണുന്ന രൂപം അത് സുഖമുള്ളതാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, അനുകൂലമാണ്, സന്തോഷിപ്പിക്കുന്നതാണ്, ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, രസിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഭിക്ഷു അതിൽ ആഹ്ലാദിക്കുകയാണ്, അതിനെ ആസ്വദിക്കുകയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്, അതിനോട് ഒട്ടിപ്പിടിക്കുകയാണ് എങ്കിൽ ആ ഭിക്ഷു മാരൻ്റെ ചൂണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആ ഭിക്ഷു അപകടത്തിൽപ്പെട്ടു. മാരൻ എന്താഗ്രഹിക്കുന്നുവോ അത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതായത് നമ്മുടെ 6 ഇന്ദ്രിയങ്ങളുള്ള സുഖങ്ങളെ മാരൻ്റെ ചൂണ്ട പോലെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതിലൊരിക്കലും കൊത്തരുത്, അല്ലെങ്കിൽ അതൊരിക്കലും കഴിക്കരുത് എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ബാക്കി 5 ആയുധങ്ങളിലുമുള്ള സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ. 231. ഭിക്ഷു കണ്ണുകൊണ്ട് കാണപ്പെടുന്ന രൂപം. ആ സമയത്ത് ഒരു ഭിക്ഷു അല്ലെങ്കിൽ ഭിക്ഷുണി അതിൽ രാഗമുണ്ട്, അല്ലെങ്കിൽ ദ്വേഷമുണ്ട്, അല്ലെങ്കിൽ മോഹമുണ്ട്, ഇതിനെയൊന്നും മാറ്റിയിട്ടില്ല എങ്കിൽ ചെറിയൊരു രൂപം കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ തന്നെ അത് മനസ്സിനെ ബാധിക്കുന്നു. പിന്നെ വലിയ രൂപത്തെപ്പറ്റി പറയാനുണ്ടോ? എന്തെന്നാൽ ആ ഭിക്ഷുണിയുടെ ഉള്ളിൽ രാഗദ്വേഷമോഹങ്ങൾ ഇപ്പോഴുമുണ്ട്, അതിനെ ഒഴിവാക്കിയിട്ടില്ല. ഇതിൻ്റെ ഉദാഹരണം ഒരു പാലുള്ള വൃക്ഷത്തോട് പറയുകയാണ്. അതായത് ഏതെങ്കിലും ഒരു പാലുള്ള വൃക്ഷം, അത് അരയാലായിരിക്കാം, പേരാലായിരിക്കാം. നമ്മൾ അതിൽ എവിടെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാലും അവിടെ നിന്ന് പാല് വരുന്നതാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭിക്ഷു കണ്ണിൽ കാണുന്ന രൂപം, അതിനോട് ഉള്ളിൽ ഒട്ടും തന്നെ രാഗമില്ല, ദ്വേഷമില്ല, മോഹമില്ല, അതിനെ പൂർണ്ണമായിട്ടും നീക്കിയിരിക്കുകയാണ് എങ്കിൽ ആ രൂപം ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സിനെ ബാധിക്കില്ല. അത് ചെറിയ രൂപമായി കഴിഞ്ഞാലും വലിയ രൂപം ആയിക്കഴിഞ്ഞാലും. കാരണം എന്താണ്? രാഗദ്വേഷ മോഹം ഉള്ളിലില്ല. അതിൻ്റെ ഉദാഹരണം ഭഗവാൻ പറയുന്നത്, പാലുള്ള ഒരു വൃക്ഷം പരിപൂർണമായിട്ട് ഉണങ്ങിയിരിക്കുകയാണ്. ആ ഉണങ്ങിയ വൃക്ഷത്തിൽ നമ്മൾ എവിടെ മുറിച്ചു കഴിഞ്ഞാലും പാല് വരില്ല. 232. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. ഒരിക്കൽ ആയുഷ്മാൻ സാരിപുത്തനും ആയുഷ്മാൻ മഹാകോഠിതനും വാരണാസിയിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആയുഷ്മാൻ മഹാകോഠിതൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം ആയുഷ്മാൻ സാരിപുത്രൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് രണ്ടുപേരും പരസ്പരം കുശല പ്രശ്നങ്ങൾ ചോദിച്ചു. എന്നിട്ട് ആയുഷ്മാൻ കോഠിതൻ ആയുഷ്മാൻ സാരിപുത്രനോട് ചോദിച്ചു, മിത്രമേ, കണ്ണാണോ രൂപത്തിന് ബന്ധനം, അല്ലെങ്കിൽ രൂപമാണോ കണ്ണിന് ബന്ധനം? അതേപോലെ തന്നെ ചെവിയാണോ ശബ്ദത്തിൻ്റെ ബന്ധനം, അല്ലെങ്കിൽ ശബ്ദമാണോ ചെവിയുടെ ബന്ധനം? മൂക്കാണോ ഗന്ധത്തിൻ്റെ ബന്ധനം, അല്ലെങ്കിൽ ഗന്ധമാണോ മൂക്കിൻ്റെ ബന്ധനം? രസമാണോ നാവിൻ്റെ ബന്ധനം, അല്ലെങ്കിൽ നാവാണോ രസത്തിൻ്റെ ബന്ധനം? ശരീരമാണോ സ്പർശവ്യ പദാർത്ഥങ്ങളുടെ ബന്ധനം, അല്ലെങ്കിൽ സ്പർശവ്യ പദാർത്ഥങ്ങളാണോ ശരീരത്തിൻ്റെ ബന്ധനം? മനസ്സാണോ ധർമ്മത്തിൻ്റെ ബന്ധനം, അല്ലെങ്കിൽ ധർമ്മമാണോ മനസ്സിൻ്റെ ബന്ധനം? അപ്പോൾ ആയുഷ്മാൻ സാരിപുത്രൻ പറഞ്ഞു, മിത്രമേ കോഠിത, കണ്ണ് ഒരിക്കലും രൂപത്തിൻ്റെ ബന്ധനമല്ല, അതേപോലെ തന്നെ രൂപം ഒരിക്കലും കണ്ണിൻ്റെ ബന്ധനമല്ല. എന്നാൽ രണ്ടും തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന ചന്തരാഗമാണ് അവിടെ ബന്ധനം. ചന്തരാഗം എന്ന് പറയുമ്പോൾ ആഗ്രഹവും ആസ്വാദനവും. അതേപോലെ തന്നെ ബാക്കിയുള്ള ആയതനങ്ങൾ, 5 ആയതനങ്ങൾ, അത് ഒന്നിനൊന്നിന് ബന്ധനമല്ല. എന്നാൽ അവ രണ്ടും കൂടിച്ചേരുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന ചന്തരാഗമാണ് ബന്ധനം. ഉദാഹരണത്തിന് മിത്രമേ, ഒരു കറുത്ത കാളയെയും ഒരു വെളുത്ത കാളയെയും ഒരു നുകത്തിൽ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ, കറുത്ത കാള വെളുത്ത കാളയുടെ ബന്ധനമാണ്, വെളുത്ത കാള കറുത്ത കാളയുടെ ബന്ധനമാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല മിത്രമേ. കറുത്ത കാളയും വെളുത്ത കാളയും തമ്മിൽ ഉള്ള ബന്ധനമല്ല ഇവിടെയുള്ളത്. പക്ഷേ അവയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ നുകമാണ്. ആ നുകമാണ് രണ്ടിനെയും തമ്മിൽ ബന്ധിച്ചിരിക്കുന്നത്. അതാണ് അവിടെ ബന്ധനം. അതിനാൽ ഉള്ളിലുള്ള ആയതനങ്ങളും വെളിയിലുള്ള ആയതനങ്ങളും അല്ല ബന്ധനം. അവ തമ്മിൽ ചേരുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന ചന്തരാഗമാണ് ബന്ധനം. അഥവാ കണ്ണും രൂപവും
രണ്ടും പരസ്പരം ബന്ധനമാണ്. അതേപോലെ തന്നെ 6 ഉള്ളിലുള്ള ആയതനവും 6 പുറത്തുള്ള ആയതനവും തമ്മിൽ പരസ്പരം ബന്ധനം ഉണ്ട് എങ്കിൽ നമ്മൾക്കൊരിക്കലും ബ്രഹ്മചര്യ ജീവിതം ജീവിക്കാൻ സാധിച്ചിട്ട് കാര്യവുമില്ല. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഭഗവാന് കണ്ണ് ഉണ്ട്, അതേപോലെ തന്നെ ആ കണ്ണുകൊണ്ട് രൂപവും കാണുന്നു. എന്നാൽ ഭഗവാന്റെ ഉള്ളിൽ അത് രണ്ടിനോടും ഒട്ടും തന്നെ ഛന്ദരാഗമില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള ആയതനങ്ങൾ, ഉള്ളിലുള്ള ആയതനങ്ങൾ വെളിയിലുള്ള ആയതനങ്ങളെ സ്പർശിക്കുന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ ഉള്ളിൽ ഒട്ടും തന്നെ ഛന്ദരാഗമില്ല. എന്തെന്നാൽ അദ്ദേഹം മുക്തനാണ്. 234. പലപ്പോഴും പല ഫിലോസഫിക്കൽ ട്രഡീഷനുള്ള ആൾക്കാരും വിജ്ഞാനം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ നിത്യമാണ്, അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്, നമ്മുടെ ആത്മാവാണ് എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഭഗവാൻ അങ്ങനെയല്ല പറയുന്നത്. ഒരിക്കൽ ആയുഷ്മാൻ ഉദായിയും ആയുഷ്മാൻ ആനന്ദനെയും കോസംബിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ആയുഷ്മാൻ ആനന്ദനോട് ചോദിച്ചു, ഭഗവാൻ പലതരത്തിലും ഈ രൂപത്തെ അനാത്മകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വിജ്ഞാനത്തിന് അനാത്മകമാണ് എന്ന് അദ്ദേഹം എങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ പറഞ്ഞുതരാം ആയുഷ്മാൻ ഉദായി. കണ്ണുകൊണ്ട് രൂപത്തെ കാണുന്ന സമയത്താണ് ചക്ഷുവിജ്ഞാനം ഉണരുന്നത്. ചക്ഷുവിജ്ഞാനം ഉണരാനുള്ള ആ കാരണവും ആ അവസ്ഥയും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ചക്ഷുവിജ്ഞാനം ഉണരുമോ? അതായത് രൂപമില്ല, അല്ലെങ്കിൽ കണ്ണില്ല, അല്ലെങ്കിൽ പ്രകാശമില്ല, അപ്പോൾ തീർച്ചയായിട്ടും ചക്ഷുവിജ്ഞാനം ഉണരില്ല. ഇല്ല സുഹൃത്തെ, അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഈ വിജ്ഞാനം എന്ന് പറയുന്നത് അനാത്മകമാണ്. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള 5 വിജ്ഞാനങ്ങളെ പറ്റിയും പറയുന്നത്. 235. ഈ സൂത്രം വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. ആദിത്യ പര്യായ സൂത്രം എന്നാണ് തോന്നുന്നു ഈ ഒരു സൂത്രത്തിൻ്റെ പേര്. ഭഗവാൻ ഭിക്ഷുക്കളോട് പറയുകയാണ്, ഭിക്ഷുക്കളെ, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് കമ്പ് കൊണ്ട് കണ്ണിനെ കുത്തിപ്പൊട്ടിക്കുന്നത് നല്ലതാണ്. എന്നാൽ കണ്ണുകൊണ്ട് ഒരു രൂപം കാണുന്ന സമയത്ത് ആ രൂപത്തിൻ്റെ നിമിത്തവും അതേപോലെ തന്നെ വിശദാംശങ്ങളും നമ്മൾ ഒരിക്കലും സ്വീകരിക്കരുത്. എന്തെന്നാൽ ആ നിമിത്തത്തിലും വിശദാംശങ്ങളിലും നമ്മുടെ വിജ്ഞാനം ആസ്വദിക്കുകയാണെങ്കിൽ, നമ്മൾ ആ സമയത്ത് മരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് 2 ഗതി മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നരകം, അല്ലെങ്കിൽ പശുപക്ഷികളുടെ ലോകം. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ, കണ്ണുകൊണ്ട് രൂപം കാണുന്ന സമയത്ത് നമ്മളതിൻ്റെ വിശദാംശങ്ങൾ നോക്കി ആസ്വദിക്കുകയാണ് എങ്കിൽ, മനസ്സിലെ വിജ്ഞാനം ഈ രീതിയിൽ അതിനെ ആസ്വദിക്കുകയാണ് എങ്കിൽ, വിജ്ഞാനം വർദ്ധിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾക്ക് 2 ഗതി മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നരകം, അല്ലെങ്കിൽ പ്രേതലോകം. അതായത് നമ്മൾ കണ്ണുകൊണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ രാഗമുണ്ട്. അപ്പോൾ രാഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നരകം അല്ലെങ്കിൽ പശുപക്ഷികളുടെ ലോകത്തിൽ പോയിട്ട് ജനിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെയും ഈ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി കൊണ്ട് നശിപ്പിക്കുന്നതാണ് നല്ലത്. പക്ഷേ അതിന് പകരം നിങ്ങൾ അതിൽ ആസ്വദിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഭയാനകമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. അതായത് ആസ്വദിക്കുന്നതിനേക്കാളും നല്ലതാണ് അതിനെ നശിപ്പിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അത്ര ഡേഞ്ചറാണ് ആസ്വാദനം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് 6 ഇന്ദ്രിയങ്ങളിലും നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾക്ക് മരണമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 2 ഗതിയുള്ളൂ. ഒന്നില്ലെങ്കിൽ നരകരോഗം, അല്ലെങ്കിൽ പശുപക്ഷികളുടെ ലോകം. അതിനാൽ ഭിക്ഷുക്കളെ, ഒരു ആര്യശ്രാവകൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഈ 6 ആയുധങ്ങളെയും കുത്തിപ്പൊട്ടിക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു. കണ്ണ് അനിത്യമാണ്, രൂപം അനിത്യമാണ്, ചക്ഷുവിജ്ഞാനം അനിത്യമാണ്, ചക്ഷുസ്പർശം അനിത്യമാണ്. ഏതൊരു വേദന ചക്ഷുസ്പർശത്താൽ ഉണ്ടായോ, സുഖം, ദുഃഖം, ന്യൂട്രൽ, അതും അനിത്യമാണ്. അതായത് ആസ്വദിക്കുന്നതിന് പകരം നമ്മൾ ഈ അനിത്യബോധം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുത്തുകയാണെങ്കിൽ അത് നമ്മൾക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത്. 239. ഭിക്ഷുക്കളെ, ഈ 3 ഗുണമുണ്ടെങ്കിൽ ഒരു ഭിക്ഷു സന്തോഷത്തോടുകൂടിയും പ്രീതിയോടുകൂടിയും ഈ ജീവിതത്തിൽ ജീവിക്കും. ആ വ്യക്തി അർഹന്തനാകാനുള്ള അടിത്തറ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ 3 എന്താണ്? ആ ഭിക്ഷു ഇന്ദ്രിയങ്ങളെ സംവരണം ചെയ്യുന്നു. ആ വ്യക്തി മിതമായിട്ടാണ് ഭക്ഷിക്കുന്നത്. ആ വ്യക്തി ജാഗ്രത പുലർത്തുന്നവനാണ്. നമ്മൾ നേരത്തെ ഇന്ദ്രിയ സംവരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കണ്ണുകൊണ്ട് രൂപം കാണുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നിമിത്തത്തെയോ അല്ലെങ്കിൽ ഡീറ്റെയിലിനെയോ നമ്മൾ കാണാൻ പാടില്ല. എന്തെന്നാൽ അതല്ലെങ്കിൽ അകുശല ധർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്ദ്രിയ സംവരം അനുഷ്ഠിക്കുന്നത്.
അതേപോലെ തന്നെ മാത്രയ്ക്കനുസരിച്ച് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരിക്കലും രസത്തിനോ ആസ്വാദത്തിനോ ശരീരത്തെ ഭംഗിയാക്കാനോ തടിപ്പിക്കാനോ അല്ല. ഈ ശരീരത്തെ ധാരണം ചെയ്യാനും ബ്രഹ്മചര്യ ജീവിതം നയിക്കാനുമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. എങ്ങനെയാണ് ജാഗരികോ അല്ലെങ്കിൽ ജാഗ്രത അഭ്യസിക്കുന്നത്? ദിവസം മുഴുവൻ ഒരു ഭിക്ഷു നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും മനസ്സിനെ ആവരണീയ ധർമ്മങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. രാത്രിയിലെ ആദ്യത്തെ യാമം ആ യാമത്തിലും നടന്നുകൊണ്ട് ഇരുന്നു കൊണ്ടും മനസ്സിനെ മറയ്ക്കുന്ന ആ ആവരണങ്ങളിൽ നിന്ന് മനസ്സിനെ രക്ഷിക്കാൻ നോക്കുന്നു. രാത്രിയുടെ മധ്യയാമത്തിൽ വലതുവശം ചരിഞ്ഞ് കിടന്നുകൊണ്ട് സതീ സമ്പജന്യത്തോടുകൂടി എണീക്കാനുള്ള സമയത്തെ മനസ്സിൽ വെച്ച് വിശ്രമിക്കുന്നു. രാത്രിയുടെ അവസാനത്തെ യാമത്തിൽ വീണ്ടും എഴുന്നേറ്റ് നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ധ്യാനം അഭ്യസിക്കുന്നു. 240 ഒരു ആമയുടെ കഥ പറയുകയാണ്. ഒരിക്കൽ ഒരു ആമ ഭക്ഷണം തേടി ഒരു നദിയുടെ കരയിൽ വൈകുന്നേരം നടക്കുകയായിരുന്നു. ആ സമയത്ത് ദൂരെ നിന്ന് ഒരു ചെന്നായ അതും ഭക്ഷണത്തിനു വേണ്ടി നടക്കുകയായിരുന്നു. അപ്പോൾ ആമയും ചെന്നായിയും പരസ്പരം കണ്ടു. അപ്പോൾ ആമ വേഗം തൻ്റെ അംഗങ്ങളെല്ലാം ഉള്ളിലാക്കി ഇരുന്നു. അപ്പോൾ ചെന്നായി ആമയുടെ അടുത്ത് കുറേ നേരം ഇരുന്നു. എന്നിട്ട് വിചാരിച്ചു, ഈ ആമ ഇതിൽ ഏതെങ്കിലും ഒരു അംഗം പുറത്താക്കി കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ അതിനെ കടിച്ചു വലിച്ച് കീറും എന്ന് വിചാരിച്ച് ഇരുന്നു. പക്ഷേ ആമ ഒരു അംഗങ്ങളും പുറത്തു കൊണ്ടുവന്നില്ല. അപ്പോൾ ചെന്നായ ആമയെ ഉപേക്ഷിച്ച് പോയി. അതുപോലെ തന്നെയാണ് ഭിക്ഷുക്കളെ, മാരൻ നിങ്ങളെ സദാസമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണിൽ കൂടെ അല്ലെങ്കിൽ മൂക്കിൽ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആയതനത്തിൽ കൂടെ ഉള്ളിൽ പ്രവേശിക്കാൻ തക്കം പാത്ത് ഇരിക്കുകയാണ്. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങൾ ഈ 6 ആയതനങ്ങളിലും നിങ്ങൾ ഇന്ദ്രിയ സംവരം പാലിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. നിയന്ത്രണം ഇല്ലാതെ ഒരു കാരണവശാലും ഇന്ദ്രിയങ്ങളെ വിടരുത്. എന്തെന്നാൽ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കും. രാഗദ്വേഷ മോഹങ്ങൾ ഉള്ളിൽ പ്രവേശിക്കും. അപ്പോൾ മാരൻ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കും. അതായത് ഈ അകുശല ധർമ്മങ്ങൾ തന്നെയാണ് മാരൻ. 36 വേദനാ സംയുക്തം. ഭിക്ഷുക്കളെ, 3 തരത്തിലുള്ള വേദനകളുണ്ട്. വേദന എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സംവേദന എന്നും വിളിക്കാം. സുഖമായിട്ടുള്ള വേദന, ദുഃഖമായിട്ടുള്ള വേദന, സുഖമോ ദുഃഖമോ അല്ലാത്ത വേദന, അതിനെ നമുക്ക് ന്യൂട്രൽ വേദന എന്ന് വിളിക്കാം. 3 ഭിക്ഷുക്കളെ, 3 തരത്തിലുള്ള വേദനകളുണ്ട്. സുഖവേദന, ദുഃഖവേദന, ന്യൂട്രലായിട്ടുള്ള വേദന. സുഖവേദന അനുഭവിക്കുന്ന സമയത്ത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന രാഗത്തെ നമ്മൾ ഉപേക്ഷിക്കണം. ദുഃഖവേദന അനുഭവിക്കുന്ന സമയത്ത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ദ്വേഷത്തെ നമ്മൾ ഒഴിവാക്കണം. ന്യൂട്രലായിട്ടുള്ള വേദന അനുഭവിക്കുന്ന സമയത്ത് അതിലുള്ള മോഹത്തെ നമ്മൾ ഉപേക്ഷിക്കണം. അതായത് സുഖമായിട്ടുള്ള വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് അത് രാഗമുണ്ടാകുക സ്വാഭാവികമാണ്. അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ രാഗദ്വേഷ മോഹങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു തീർത്തു, അതായത് അർഹന്തനായി എന്നാണ് പറയുന്നത്. 5 ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭഗവാൻ നമ്മൾക്ക് കുറച്ച് ടിപ്സ് തന്നിട്ടുണ്ട്. അതായത് 3 തരത്തിലുള്ള വേദനകളുണ്ട്. സുഖവേദന, ദുഃഖവേദന, ന്യൂട്രലായിട്ടുള്ള വേദന. സുഖവേദന അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എപ്പോഴും ദുഃഖവേദനയായിട്ട് കണക്കാക്കണം. അതായത് സുഖത്തെ നമ്മൾ എപ്പോഴും ദുഃഖമായിട്ട് കണക്കാക്കണം. അതേപോലെ തന്നെ ദുഃഖവേദനയെ എപ്പോഴും നമ്മൾ ഒരു അമ്പായിട്ട് കണക്കാക്കണം. ഒരു അമ്പ് നമ്മൾക്ക് കൊള്ളുന്ന സമയത്ത് വേദന ഉണ്ടാവുമല്ലോ. അപ്പോൾ ദുഃഖവേദന വരുന്ന സമയത്ത് ഇത് അമ്പാണ് നമ്മൾ കരുതണം. അതേപോലെ തന്നെ സുഖമോ ദുഃഖമോ അല്ലാത്ത ന്യൂട്രലായിട്ടുള്ള വേദന വരുന്ന സമയത്ത് ഇത് അനിത്യമാണ് എന്ന് കരുതണം. ഭിക്ഷുക്കളെ, ഏതൊരു ഭിക്ഷു സുഖവേദനയെ ദുഃഖവേദനയായിട്ട് കാണുന്നുവോ, ദുഃഖവേദനയെ അമ്പായിട്ട് കാണുന്നുവോ, സുഖമോ ദുഃഖമോ അല്ലാത്ത ന്യൂട്രലായിട്ടുള്ള വേദനയെ അനിത്യമാണ് എന്ന് കാണുന്നുവോ, ആ ഭിക്ഷു ശരിയായിട്ട് തന്നെയാണ് ദർശിക്കുന്നത്. ആ ഭിക്ഷു തൃഷ്ണയെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കി. ആ ഭിക്ഷു ദുഃഖത്തിൽ നിന്ന് വെളിയിൽ വന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഭഗവാൻ സംവേദനകളെ, സുഖവേദനകളെ സുഖം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിന് ദുഃഖം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുഖവേദന വരുന്ന സമയത്ത് നമ്മൾ ആസ്വദിക്കുകയാണ്. ഇനി വീണ്ടും വീണ്ടും ഭംഗം വരണം എന്ന് പറഞ്ഞ് നമ്മൾ ആസ്വദിക്കുകയാണ്. ഭംഗവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ബന്ധനത്തെയാണ് കൂട്ടുന്നത്. കാരണം സുഖവേദന എന്ന് പറയുന്ന ഒന്നില്ല. സുഖം എന്ന് പറയുന്നത് ദുഃഖം തന്നെയാണെന്ന് പറയാനുള്ള കാരണം, സുഖവേദന ഇന്നല്ലെങ്കിൽ നാളെ മാറുന്ന സമയത്ത് അത് ദുഃഖത്തിലേക്ക് തന്നെയാണ് മാറുക. 6 ഭിക്ഷുക്കളെ, ഒരു സാധാരണ വ്യക്തിയും സുഖ സംവേദന അനുഭവിക്കുന്നു, ദുഃഖവേദന അനുഭവിക്കുന്നു, ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു വേദന അനുഭവിക്കുന്നു. എന്നാൽ ഒരു ആര്യശ്രാവകൻ
അതായത് ബുദ്ധൻ്റെ ശിഷ്യന്മാർ, അവരും ഒരു സുഖവേദന അനുഭവിക്കുന്നു, ദുഃഖവേദന അനുഭവിക്കുന്നു, ന്യൂട്രലായിട്ടുള്ള വേദന അനുഭവിക്കുന്നു. എന്താണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഒരു സാധാരണ വ്യക്തിയും ഭഗവാന്റെ ശിക്ഷണം ഫോളോ ചെയ്യുന്ന ഒരു ഭിക്ഷുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാധാരണ വ്യക്തി ഒരു ദുഃഖവേദന അനുഭവിക്കുന്ന സമയത്ത് ആ വ്യക്തി ദുഃഖിക്കുന്നു, കരയുന്നു, നെഞ്ചത്തടിച്ച് കരയുന്നു, അലറിക്കരയുന്നു, വളരെ പ്രയാസം അനുഭവിക്കുന്നു. അപ്പോൾ ആ വ്യക്തി രണ്ട് തരത്തിലുള്ള വേദനയാണ് അനുഭവിക്കുന്നത്. ഒന്ന് ശാരീരിക വേദന, രണ്ട് മാനസിക വേദന. ഉദാഹരണമായിട്ട് ഒരു വ്യക്തിയെ ഒരു അമ്പ് കൊണ്ട് തറയ്ക്കുകയാണ് എന്ന് വിചാരിക്കുക. ഉടൻ തന്നെ അടുത്തതായിട്ട് വീണ്ടും ഒരു രണ്ടാമത് അമ്പ് കൊണ്ട് തറയ്ക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് രണ്ട് അമ്പ് കൊണ്ട് തറച്ച വേദന ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ഒരു സാധാരണ വ്യക്തി, ആ വ്യക്തിക്ക് ദുഃഖകരമായിട്ടുള്ള വേദന ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിക്ക് രണ്ട് തരത്തിലുള്ള വേദന ഉണ്ടാകുന്നു. ഒന്ന് ശാരീരിക വേദന, രണ്ട് മാനസിക വേദന. ഈ ദുഃഖകരമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്ന സമയത്ത് ആ സാധാരണ വ്യക്തി ഇതിനോട് ദ്വേഷം വെച്ച് പുലർത്തുന്നു. ദ്വേഷം വെച്ച് പുലർത്തുന്ന സമയത്ത് ദുഃഖവേദനകളോട് ആ വ്യക്തിക്ക് ദ്വേഷമുണ്ട്. ആ സമയത്ത് ആ വ്യക്തി ഇന്ദ്രിയ സുഖങ്ങളിൽ ആസ്വാദനം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്തെന്നാൽ ആ ദുഃഖകരമായിട്ടുള്ള വേദനകളിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് ആ വ്യക്തിക്ക് അറിയില്ല. അതുകൊണ്ടാണ് സുഖകരമായിട്ടുള്ള വേദനകളിൽ ആ വ്യക്തി ആസ്വദിക്കാൻ തുടങ്ങുന്നു. സുഖകരമായിട്ടുള്ള ആ വേദനകളിൽ ആസ്വദിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ രാഗത്തിൻ്റെ അനുശയമുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കാത്ത സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ മോഹത്തിൻ്റെ അനുശയം ഉണ്ട്. ആ സാധാരണ വ്യക്തി ഒരു സുഖകരമായിട്ടുള്ള ഒരു വേദനയെ അനുഭവിക്കുന്ന സമയത്ത് ആ വേദനയെ ആസക്തിയോടുകൂടി അവൻ അറിയുന്നു. ദുഃഖമായിട്ടുള്ള വേദനയെ അനുഭവിക്കുന്ന സമയത്ത് ആ വ്യക്തി ആസക്തിയോടുകൂടി അതിനെ അറിയുന്നു. ന്യൂട്രലായിട്ടുള്ള ഒരു വേദനയെ അനുഭവിക്കുന്ന സമയത്ത് ആ വ്യക്തി അതിനെ ആസക്തിയോടുകൂടി അറിയുന്നു. അങ്ങനെയുള്ള വ്യക്തിയാണ് ഒരു സാധാരണ വ്യക്തിയായിട്ട് പറയുന്നത്. ആ വ്യക്തി ജരാമരണങ്ങളോട്, ശോകം, പരിദേവം, ദുഃഖ, ദോമനസം ഇവയോട് കൂടിച്ചേർന്നിരിക്കുകയാണ്. ഭിക്ഷു, ഇനി ഒരു ആര്യശ്രാവകൻ, ആ ആര്യശ്രാവകന് ഒരു വേദനയുള്ള ഒരു അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ ആ വ്യക്തി അതിൽ ദുഃഖിക്കുന്നില്ല, കരയുന്നില്ല, സങ്കടപ്പെടുന്നില്ല, നെഞ്ച് തലിച്ച് കരയുന്നില്ല. അതിനാൽ ആ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള വേദന മാത്രമേ അനുഭവമാകുന്നുള്ളൂ. അതാണ് ശാരീരിക വേദന. മാനസിക വേദന ആ ഭിക്ഷുവിന് ഉണ്ടാകുന്നില്ല. ഒരു വ്യക്തിയെ അമ്പുകൊണ്ട് ഒരു പ്രാവശ്യം നോവിക്കുകയാണ് എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ ഉടനെ മറ്റൊരു അമ്പുകൊണ്ട് ആ വ്യക്തിയെ നോവിക്കില്ല. അതിനാൽ ആ വ്യക്തി ഒരു അമ്പുകൊണ്ടുള്ള ദുഃഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. ആ വേദനയുള്ള അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ആ ആര്യശ്രാവകൻ അതിനോട് ദ്വേഷം വെച്ച് പുലർത്തുന്നില്ല. ദ്വേഷം വെച്ച് പുലർത്താത്തതുകൊണ്ട് ദുഃഖവേദനകളോടുള്ള ദ്വേഷവും ആ വ്യക്തിയിലില്ല. ദുഃഖകരമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന സമയത്ത് ആ വ്യക്തി ഒരിക്കലും ഇന്ദ്രിയ സുഖങ്ങളിൽ ആസ്വാദനത്തിനായിട്ട് പോകുന്നില്ല. എന്തെന്നാൽ ഇന്ദ്രിയ സുഖങ്ങളിലില്ലാതെ മറ്റൊരു തരത്തിലുള്ള രക്ഷപ്പെടൽ ആ വ്യക്തിക്ക് അറിയാവുന്നതാണ്. അതിനാൽ ആ വ്യക്തി ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനാകുന്നില്ല. അതുകൂടാതെ ഉള്ളിലുള്ള രാഗത്തിൻ്റെ കാര്യവും ആ ഭിക്ഷു അറിയുന്നു. ആ രാഗത്തിൻ്റെ ഉദയം, അസ്തമയം, ആസ്വാദനം, അപകടം, നിസ്സരണം അതും അറിയുന്നു. ഇതെല്ലാം അറിയുന്ന സമയത്ത് ഉള്ളിൽ മോഹത്തിൻ്റെ ആവരണമില്ല. ഒരു സുഖകരമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന സമയത്ത് അനാസക്തനായിട്ട് ആ വ്യക്തി അത് അനുഭവിക്കുന്നു. ദുഃഖകരമായിട്ടുള്ള ഒരു വേദന അനുഭവിക്കുന്ന സമയത്ത് അനാസക്തമായിട്ട് അദ്ദേഹം അനുഭവിക്കുന്നു. സുഖമോ ദുഃഖമോ അല്ലാത്ത ഒരു വേദന അനുഭവിക്കുന്ന സമയത്ത് അതിനെയും അനാസക്തനായിട്ട് അനുഭവിക്കുന്നു. ഈ ഭിക്ഷുവാണ് ഒരു ആര്യശ്രാവകൻ. ആ ആര്യശ്രാവകൻ്റെ ജാതി, ജര, മരണം ഇവയെല്ലാം നിന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഒരു സാധാരണ വ്യക്തിയും ഒരു ആര്യശ്രാവകനും തമ്മിലുള്ള വ്യത്യാസം. സൂത്ര നമ്പർ 8. ഒരു ഭിക്ഷു തൻ്റെ അന്തിമ സമയം സതി സമ്പജന്യത്തോടുകൂടി കാത്തിരിക്കണം. അതായത് രോഗിയായിട്ടുള്ള ഭിക്ഷുവിനോടുള്ള ഒരു ഉപദേശമാണ്. ഒരു ഭിക്ഷു ഇതേപോലെ തന്നെ സതി സമ്പജന്യത്തോടു കൂടിയിട്ട് വളരെ ജാഗരൂകനായി ദൃഢനിശ്ചയത്തോടുകൂടി പ്രമാദമില്ലാതെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആ ഭിക്ഷുവിൽ ഒരു സുഖകരമായിട്ടുള്ള വേദന ഉണരുന്നു. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു, എന്നിൽ സുഖകരമായിട്ടുള്ള വേദന ഉണർന്നിട്ടുണ്ട്. പക്ഷേ ഇത് ആശ്രിതമാണ്, അനാശ്രിതമല്ല. അതായത് ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡൻ്റ് ആണ്.
എന്തിലാണ് ഇത് ആശ്രിതമായിരിക്കുന്നത്? ഇത് ആശ്രിതമായിരിക്കുന്നത് സ്പർശത്തിലാണ്. അതായത് ഫസ്സപച്ചയ വേദന എന്ന് പറയാറുണ്ടല്ലോ. 6 ആയതനങ്ങൾ, അതിൻ്റെ സ്പർശം. എന്നാൽ ഈ സ്പർശം അനിത്യമാണ്, കാരണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അതിനാൽ ഈ സുഖസംവേദന ഒരു സ്പർശം മുഖേനയാണ് ഉണ്ടായിട്ടുള്ളത്. അത് അനിത്യമാണ്, ആശ്രിതമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നിത്യമാകുന്നത്? അപ്പോൾ ആ സ്പർശത്തിലും ആ വേദനയിലും അനിത്യം നോക്കിക്കൊണ്ട് ആ ഭിക്ഷു ഇരിക്കുന്നു. അതിൻ്റെ നിരോധം അറിഞ്ഞുകൊണ്ട് ആ ഭിക്ഷു വിഹരിക്കുന്നു. അതിൻ്റെ നിരോധാനം, അതിൻ്റെ നിരോധം, അതിൻ്റെ ഉപേക്ഷ, അത് ആ ഭിക്ഷു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അറിയുന്ന സമയത്ത് ആ സുഗത സംവേദനയുടെ ഉള്ളിലുള്ള രാഗം ആ ഭിക്ഷു ഉപേക്ഷിക്കുന്നു. അതേപോലെ തന്നെ ആ ഭിക്ഷു സതീ സമ്പജന്യത്തോടു കൂടിയിട്ട് വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൽ ഒരു ദുഃഖകരമായിട്ടുള്ള വേദന വരുന്നു. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു, ദുഃഖകരമായിട്ടുള്ള ഒരു വേദന എന്നിൽ ഉണർന്നിട്ടുണ്ട്. ഇത് ആശ്രിതമാണ്, ഇത് അനാശ്രിതമല്ല. എന്തിലാണ് ഇത് ആശ്രയിച്ചിരിക്കുന്നത്? ഇത് സ്പർശത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്പർശം അനിത്യമാണ്, കണ്ടീഷൻഡാണ്, ഡിപ്പെൻഡൻ്റ്ലി ഒറിജിനേറ്റഡ് ആണ്. അപ്പോൾ ഈ വേദനയുള്ള വേദന എന്നിൽ ഉണർന്നിട്ടുണ്ട്. അതായത് ദുഃഖകരമായിട്ടുള്ള വേദന എന്നിൽ ഉണർന്നിട്ടുണ്ട്. എന്നാൽ ഇത് അനിത്യമാണ്, ഡിപ്പെൻഡൻ്റ്ലി റൈസൺ ആണ്. അതായത് പഠിച്ച സമുത്പാദത്താൽ ആയതാണ്, അതായത് കാരണത്താൽ ഉണ്ടായതാണ്. അതിനാൽ ഈ ദുഃഖകരമായിട്ടുള്ള വേദന ഒരു സ്പർശം മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സ്പർശം അനിത്യമാണ്, പഠിച്ച സമുത്പാദമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നിത്യമാകുന്നത്? അപ്പോൾ ആ ഭിക്ഷു ആ സ്പർശത്തിൻ്റെ അനിത്യം, അതേപോലെ തന്നെ ദുഃഖകരമായിട്ടുള്ള അനുഭവം നോക്കിക്കൊണ്ട് ഇരിക്കുന്നു. അതിൻ്റെ നിരോധം നോക്കുന്നു, അത് ഇല്ലാതാകുന്നത് നോക്കുന്നു, അതിൻ്റെ ഉപേക്ഷയോടുകൂടി നോക്കുന്നു. അങ്ങനെ വിഹരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ദ്വേഷം, ആ ദുഃഖത വേദനയോടുള്ള ദ്വേഷം ആ വ്യക്തിയിൽ നിന്ന് ഇല്ലാതാകുന്നു. ഒരു ഭിക്ഷു അങ്ങനെ സതിയോടുകൂടി സമ്പജന്യത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൽ ന്യൂട്രലായിട്ടുള്ള, അതായത് ദുഃഖമോ സുഖമോ അല്ലാത്ത ഒരു വേദന ഉണരുന്നു. ആ സമയത്ത് ന്യൂട്രലായിട്ടുള്ള ഒരു വേദന എൻ്റെ ഉള്ളിൽ ഉണർന്നിട്ടുണ്ട് എന്ന് അറിയുന്നു. അത് ഡിപ്പെൻഡൻ്റാണ്, കാരണങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്, സ്വതന്ത്രമല്ല. എന്തിലാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്? അത് സ്പർശത്തിലാണ് ആശ്രിതമായിട്ടുള്ളത്. എന്നാൽ ഈ സ്പർശം എന്ന് പറയുന്നത് അനിത്യമാണ്, ഡിപ്പെൻഡൻ്റ്ലി ഒറിജിനേറ്റഡ് ആണ്. അപ്പോൾ ആ ന്യൂട്രലായിട്ടുള്ള വേദന അനിത്യമാണ്, അത് എങ്ങനെ നിത്യമാകും? അപ്പോൾ ആ സ്പർശത്തിലും അതേപോലെ തന്നെ ന്യൂട്രലായിട്ടുള്ള ആ വേദനയിലും ശ്രദ്ധ വയ്ക്കുന്നു. അപ്പോൾ ആ വേദന നഷ്ടപ്പെടുന്നു, അത് ഇല്ലാതാകുന്നു, അത് നിരോധമാകുന്നു, അതിനെ ഉപേക്ഷിക്കുന്നു. ആ സമയത്ത് ആ സ്പർശത്തോടുള്ള അവിദ്യ എന്ന് പറയുന്ന ആസവം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. 9. ഭിക്ഷു ഈ 3 തരത്തിലുള്ള വേദനകളും അനിത്യമാണ്, ആശ്രിതമാണ്, പഠിച്ച സമുത്പാദമാണ്. അവയെല്ലാം ഇല്ലാതാകും, അവ നിരോധമാകും, അവ മാഞ്ഞു പോകും. ആ 3 എന്തൊക്കെയാണ്? സുഖവേദന, ദുഃഖവേദന, ന്യൂട്രലായിട്ടുള്ള വേദന. 10. ഭിക്ഷുക്കളെ, ഈ 3 തരത്തിലുള്ള വേദനകളുണ്ട്. ആ 3 ആശ്രിതമായിരിക്കുന്ന സ്പർശത്തിലാണ്. അതുമൂലമാണ് ഈ വേദനകൾ ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് ആ 3 വേദനകൾ? സുഖവേദന, ദുഃഖവേദന, ദുഃഖമോ സുഖമോ അല്ലാത്ത വേദന, അതായത് ന്യൂട്രൽ വേദന. സുഖകരമായിട്ടുള്ള ഒരു സ്പർശത്തെ ആശ്രയിച്ചുകൊണ്ട് സുഖകരമായിട്ടുള്ള വേദന ഉണരുന്നു. സുഖകരമായിട്ടുള്ള ആ സ്പർശം അവസാനിക്കുന്ന സമയത്ത് അതുമൂലമുണ്ടായിട്ടുള്ള സുഖകരമായിട്ടുള്ള വേദനയും അവസാനിക്കുന്നു. ദുഃഖകരമായിട്ടുള്ള ഒരു സ്പർശം മൂലം ദുഃഖകരമായിട്ടുള്ള ഒരു വേദന ഉണ്ടാകുന്നു. ദുഃഖകരമായിട്ടുള്ള ആ സ്പർശം അവസാനിക്കുന്ന സമയത്ത് ദുഃഖകരമായിട്ടുള്ള ആ വേദനയും അവസാനിക്കുന്നു. അസുഖമായിട്ടുള്ള ഒരു സ്പർശത്താൽ അസുഖമായിട്ടുള്ള ഒരു വേദന ഉണ്ടാകുന്നു. ന്യൂട്രലായിട്ടുള്ള ആ സ്പർശം ഇല്ലാതാകുന്ന സമയത്ത് ന്യൂട്രലായിട്ടുള്ള വേദനയും അവസാനിക്കുന്നു. ഭിക്ഷുക്കളെ, 2 ഉണക്ക കമ്പുകൾ കൊണ്ട് ഉരസുന്ന സമയത്ത് തീ ഉണ്ടാകുന്നു. എന്നാൽ ആ കമ്പുകൾ ഉരസാതിരിക്കുന്ന സമയത്ത് തീയും അവസാനിക്കുന്നു. അതുപോലെ തന്നെയാണ് സ്പർശം മൂലമാണ് ഈ വേദനകൾ ഉണ്ടാകുന്നത്. സ്പർശം നിൽക്കുന്ന സമയത്ത് വേദനകളും ഇല്ലാതാകുന്നു. 11. ഒരു ഭിക്ഷു ഭഗവാനെ സമീപിച്ചു, എന്നിട്ട് പറഞ്ഞു, ബന്ദേ, ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ളൊരു ചിന്ത എന്നിൽ ഉണർന്നു. ഭഗവാൻ 3 തരത്തിലുള്ള വേദനകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്: സുഖം, ദുഃഖം, ന്യൂട്രൽ.
പക്ഷേ അതോടൊപ്പം തന്നെ ഭഗവാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് നമ്മൾ അനുഭവിക്കുന്നുവോ അത് മുഴുവൻ ദുഃഖം തന്നെയാണ്. എം കിഞ്ചി വേദേതബി തമ്പി ദുഃഖസ്മി. അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഭിക്ഷു, അത് പറയാനുള്ള കാരണം സംസ്കാരങ്ങളുടെ അനിത്യമാണ്. എന്തെന്നാൽ ഈ സംസ്കാരങ്ങൾ നാശവാൻ ആണ്. ഈ സംസ്കാരങ്ങൾ ഇല്ലാതാകുന്നു. ഈ സംസ്കാരങ്ങൾ അസ്തമിക്കുന്നു. ഈ സംസ്കാരങ്ങൾ നഷ്ടമാകുന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഭിക്ഷു, ഞാൻ ഈ സംസ്കാരങ്ങളുടെ തുടർച്ചയായിട്ടുള്ള നിരോധനവും പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി ആദ്യത്തെ ധ്യാനം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ സംസാരം നിലയ്ക്കുന്നു. രണ്ടാമത്തെ ധ്യാനത്തം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിതർക്ക വിചാരങ്ങൾ നിലയ്ക്കുന്നു. മൂന്നാമത്തെ ധ്യാനം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭീതി നിലയ്ക്കുന്നു. നാലാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കുമുള്ള ശ്വാസം നിലയ്ക്കുന്നു. അനന്ത ആകാശത്തിൽ എത്തിയ ഒരു ഭിക്ഷുവിൽ രൂപസഞ്ജ ഇല്ലാതാവുന്നു. അനന്ത വിജ്ഞാനത്തിൽ എത്തിയ ഒരു ഭിക്ഷുവിൽ അനന്ത ആകാശം നിരോധമാകുന്നു. നത്തികിഞ്ചി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തിയ ഒരു ഭിക്ഷുവിൽ അനന്ത വിജ്ഞാനം ഇല്ലാതാകുന്നു. നേവസഞ്ജ നാസഞ്ജ എന്ന അവസ്ഥയിലെത്തിയ ഒരു ഭിക്ഷുവിൽ നത്തികിഞ്ചി ഇല്ലാതാവുന്നു. സഞ്ജ വേദീത നിരോധ എന്ന അവസ്ഥയിൽ എത്തിയ ഒരു ഭിക്ഷുവിൽ സഞ്ജയും വേദനയും നിരോധമാകുന്നു. ഏതൊരു ഭിക്ഷുവിൽ ആസവങ്ങൾ ഇല്ലാതായോ ആ ഭിക്ഷുവിൻ്റെ രാഗ ദ്വേഷ മോഹങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതാവുന്നു. 12. ഭിക്ഷുക്കളെ, എങ്ങനെയാണ് തുറന്ന ഒരു ആകാശത്ത് പലതരത്തിലുള്ള കാറ്റുകൾ വീശുന്നുണ്ട്. വടക്കുന്നുള്ള കാറ്റ്, തെക്കുന്നുള്ള കാറ്റ്, പടിഞ്ഞാറുന്നുള്ള കാറ്റ്, തണുത്ത ചൂടുള്ള കാറ്റ്, കൊടുങ്കാറ്റ്, സാധാരണ കാറ്റ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ശരീരത്തിൽ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാകുന്നു. സുഖമായിട്ടുള്ള വേദന, ദുഃഖമായിട്ടുള്ള വേദന, ന്യൂട്രലായിട്ടുള്ള വേദന. 14. ഭിക്ഷുക്കളെ, ഒരു സത്രത്തിൽ എപ്രകാരം നാനാപ്രകാരത്തിലുള്ള ആളുകൾ വരുന്നു, വടക്കുന്ന്, തെക്കുന്ന്, പടിഞ്ഞാറുന്ന്, ക്ഷത്രിയന്മാർ, ബ്രാഹ്മണന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ, അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വേദനകൾ ഉണരുന്നു. സുഖവേദന, ദുഃഖവേദന, ന്യൂട്രലായിട്ടുള്ള വേദന, സാമിഷ സുഖം, സാമിഷ ദുഃഖം, സാമിഷ ദുഃഖമോ സുഖമോ അല്ലാത്ത വേദന. അതേപോലെ തന്നെ നിരാമിഷ സുഖം, നിരാമിഷ ദുഃഖം, നിരാമിഷ ന്യൂട്രൽ ആയിട്ടുള്ള വേദന, ഇതെല്ലാം ഉണരുന്നു. 15. ആയുഷ്മാൻ ആനന്ദൻ ഭഗവാന്റെ അടുത്ത് പോയി എന്നിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, എന്താണ് വേദന? വേദനയുടെ ഉൽപ്പത്തി എന്താണ്? എങ്ങനെയാണ് വേദന നിരോധമാകുന്നത്? ആ വേദന നിരോധനത്തിനുള്ള മാർഗം എന്താണ്? ആ വേദനയുടെ ആസ്വാദനം എന്താണ്? അതിൻ്റെ അപകടം എന്താണ്? അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം? അതിൻ്റെ നിസ്സരണം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. ആനന്ദ, ഈ 3 തരത്തിലുള്ള വേദനകളുണ്ട്. സുഖം, ദുഃഖം, ദുഃഖമോ സുഖമോ അല്ലാത്ത, അതായത് ന്യൂട്രൽ. സ്പർശം ഉണ്ടാകുന്ന സമയത്താണ് വേദന ഉണ്ടാകുന്നത്. സ്പർശം ഇല്ലാതാകുന്ന സമയത്ത് വേദനയും ഇല്ലാതാകുന്നു. ഈ ആര്യ അഷ്ടാംഗിക മാർഗം, അതാണ് വേദനയെ ഇല്ലാതാക്കാനുള്ള മാർഗം. ആ വേദനയെ ആശ്രയിച്ച് ഉണ്ടാകുന്ന ഛന്ദരാഗം, അതായത് ആസ്വാദനവും അതിൻ്റെ ആഗ്രഹവും, അതാണ് അതിൻ്റെ ആസ്വാദനം. ഈ വേദന അനിത്യമാണ്, ദുഃഖമാണെന്ന് മാറുന്നതാണ്. അതാണ് ഇതിൻ്റെ അപകടം. ആ വേദനയോടുള്ള ഛന്ദരാഗത്തെ ഉപേക്ഷിക്കൽ, അതാണ് വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. 19. പഞ്ചഗംഗ. ഒരിക്കൽ ആയുഷ്മാൻ പഞ്ചഗംഗൻ ആയുഷ്മാൻ ഉദായിൻ്റെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു, ആയുഷ്മാൻ ഉദായി, എത്ര തരത്തിലുള്ള വേദനകളാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്? 3 തരത്തിലുള്ള വേദനകളാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. സുഖം, ദുഃഖം, ന്യൂട്രൽ. അപ്പോൾ പഞ്ചഗംഗ ഇങ്ങനെ പറഞ്ഞു, ഭഗവാൻ 3 തരത്തിലുള്ള വേദനയല്ല, 2 തരത്തിലുള്ള വേദനയാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂട്രലായിട്ടുള്ള വേദന അത് ശാന്തമായിട്ടുള്ള സുഖമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 പേർക്കും അതിൻ്റെ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു, എത്ര തരത്തിലുള്ള വേദനയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പലതരത്തിലുള്ള വേദനകളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ 2 തരത്തിലുള്ള വേദന പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 തരത്തിലുള്ള വേദനയെപ്പറ്റി, 5 തരത്തിലുള്ള വേദനയെപ്പറ്റി, 6 തരത്തിലുള്ള വേദനയെപ്പറ്റി, 18 തരത്തിലുള്ള വേദനയെപ്പറ്റി, 36 തരത്തിലുള്ള വേദനയെപ്പറ്റി, 108 തരത്തിലുള്ള വേദനയെപ്പറ്റിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനന്ത, ഞാൻ ഈ 5 ഇന്ദ്രിയ സുഖങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണുന്ന രൂപം അത് ഇഷ്ടമാണ്, സുഖമാണ്,
മനസ്സിന് അനുകൂലമാണ്, സന്തോഷമുണ്ടാക്കുന്നതാണ്, ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നതാണ്, സുഖമുണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ ബാക്കി 4 ഇന്ദ്രിയങ്ങളിലും ഉണ്ടാകുന്ന സുഖകരമായിട്ടുള്ള വേദനകൾ. ഇതിനെയാണ് 5 കാമഗുണങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ആരെങ്കിലും പറയുകയാണ് ഇതാണ് ഏറ്റവും നല്ല സുഖം, ആനന്ദം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് യോജിക്കില്ല. എന്തെന്നാൽ ഇതിനേക്കാളും ഉത്തമമായിട്ടുള്ള, ഇതിനേക്കാളും പ്രശാന്തമായ മറ്റൊരു സുഖമുണ്ട്. അതെന്താണ്? അതാണ് 1ാമത്തെ ധ്യാനം. എന്നാൽ ചിലർ പറയും 1ാമത്തെ ധ്യാനമാണ് ഏറ്റവും വലിയ സുഖം, ഇതിലും വലിയ സുഖമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് വിയോജിക്കും. അതിനേക്കാളും വലിയ സുഖമാണ് 2ാമത്തെ ധ്യാനം. 3, 4, 5, 6, 7, 8ാമത്തെ ധ്യാനം. അതായത് ഈ ഓരോ ധ്യാനവും ഒന്നിനേക്കാൾ ഒന്ന് വളരെ വലിയ സുഖം തരുന്നതാണ്, പ്രശാന്തമായിട്ടുള്ള സുഖം തരുന്നതാണ്. അപ്പോൾ 8ാമത്തെ ധ്യാനം വരെ പറഞ്ഞു കഴിഞ്ഞു. നേവസഞ്ജ നാസഞ്ജ. അപ്പോൾ ആരെങ്കിലും പറയുന്നു 8ാമത്തെ ധ്യാനമാണ് ഏറ്റവും വലിയ സുഖം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതും സമ്മതിക്കില്ല. 8ാമത്തെ ഈ നേവസഞ്ജ നാസഞ്ജ എന്ന അവസ്ഥയെ മറികടന്നുകൊണ്ട് ഒരു ഭിക്ഷു സഞ്ജ വേദീത നിരോധ എന്ന അവസ്ഥയിലെത്തുന്നു. അതാണ് ഏറ്റവും ഉയർന്ന ഒരു സുഖം. അപ്പോൾ ആനന്ദ മറ്റുള്ള ഭിക്ഷുക്കൾ ഇങ്ങനെ പറയും, ഇവിടെ സഞ്ജയും വേദനയും നിരോധമായി. പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ സുഖം എന്ന് പറയുന്നത്? സുഖം എന്ന് പറയുന്നത് സുഖകരമായിട്ടുള്ള വേദനയിൽ മാത്രമല്ല, ഏതെല്ലാം അവസ്ഥകളിൽ ഏതെല്ലാം വിധത്തിൽ സുഖം അനുഭവിക്കുന്നുവോ അതിനെയെല്ലാം സുഖം, സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. 21. സിവക. ഒരിക്കൽ ഭഗവാൻ രാജഗൃഹത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു സന്യാസി മോളിയ സിവക അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് നമസ്കരിച്ചു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, ഗൗതമശാസ്ത്ര, ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ ഫിലോസഫി ഇങ്ങനെയാണ്: ഒരു വ്യക്തി ഏതൊന്ന് അനുഭവിക്കുന്നുവോ അത് സുഖമായാലും ദുഃഖമായാലും ന്യൂട്രലായാലും അതെല്ലാം ആ വ്യക്തിയുടെ പൂർവ്വകർമ്മ ഫലത്തിൻ്റെ ഫലമാണ്. അതായത് പൂർവ്വകർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ സുഖവും ദുഃഖവും ന്യൂട്രലായിട്ടുള്ള വേദന അനുഭവിക്കുന്നത് എന്ന് പറയുന്നു. എന്താണ് ഗൗതമ ശാസ്താവിന് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശിവക, ചില വേദനകൾ ഉണരുന്നത് പിത്തത്തിൻ്റെ വൈഗുണ്യം കൊണ്ടാണ്. ഇത് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും. അതിനാൽ എല്ലാ വേദനകളും പൂർവ്വജന്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ചില വേദനകൾ കഫത്തിൻ്റെ വിഷമത മൂലം, അതേപോലെ തന്നെ വാദത്തിൻ്റെ വിഷം മൂലം, വാത പിത്ത കഫങ്ങളുടെ വൈഷമ്യം മൂലം, കാലാവസ്ഥ മൂലം, നമ്മളുടെ ശരിയല്ലാത്ത ശ്രദ്ധയില്ലാത്ത പെരുമാറ്റം മൂലം, അപകടം മൂലം, ഇവ മൂലം എല്ലാം തന്നെ നമ്മൾക്ക് വേദനയുണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അതിനെപ്പറ്റി അറിയാവുന്നതുമാണ്. അപ്പോൾ എല്ലാ വേദനകളും നമ്മുടെ കർമ്മത്തിൽ നിന്നാണ് ഉണരുന്നത് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. 22. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. 108 തരത്തിലുള്ള വേദനകളെപ്പറ്റി ഭഗവാൻ ഇവിടെ പറയുന്നു. അതായത് ഭഗവാൻ 2 തരത്തിൽ, 3 തരത്തിൽ, 5 തരത്തിൽ, 6 തരത്തിൽ ഇങ്ങനെയുള്ള പലതരം വേദനകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എന്താണ് എന്ന് ഈ സൂത്രത്തിൽ വിശദമാക്കുന്നുണ്ട്. സൂത്ര നമ്പർ 22. ഭിക്ഷുക്കളെ, ഞാൻ 2 തരത്തിലുള്ള വേദനകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 1 ശാരീരിക വേദന, 2 മാനസിക വേദന. ഭിക്ഷുക്കളെ, ഞാൻ 3 തരത്തിലുള്ള വേദനകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സുഖവേദന, ദുഃഖവേദന, ന്യൂട്രൽ വേദന. ഭിക്ഷുക്കളെ, ഞാൻ 5 തരത്തിലുള്ള വേദനകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സുഖേന്ദ്രിയം, ദുഃഖേന്ദ്രിയം, സൗമനസ്സേന്ദ്രിയം, ദൗമനസ്സേന്ദ്രിയം, ഉപേക്ഷ ഇന്ദ്രിയം. ഇതാണ് 5 തരത്തിലുള്ള വേദനകൾ. ഭിക്ഷുക്കളെ, ഞാൻ 6 തരത്തിലുള്ള വേദനകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കണ്ണ് കൊണ്ടുണ്ടാവുന്ന വേദന, ചക്ഷു സംഫസജ വേദന, സോത സംഫസജ വേദന, ഘാണ സംഫസജ വേദന, ജിഹ്വാ സംഫസജ വേദന, കായ സംഫസജ വേദന, മനോ സംഫസജ വേദന. അതായത് നമ്മുടെ 6 ആയതനങ്ങൾ അതിൻ്റെ വിഷയങ്ങളുമായിട്ട് സ്പർശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനകൾ. ഭിക്ഷുക്കളെ, ഞാൻ 18 തരത്തിലുള്ള വേദനകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ 6 സുഖവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, 6 ദുഃഖവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, 6 സമതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭിക്ഷുക്കളെ, ഞാൻ 36 തരത്തിലുള്ള വേദന പറഞ്ഞിട്ടുണ്ട്. ഗൃഹസ്ഥനെ സംബന്ധിച്ചിട്ടുള്ള 6 തരത്തിലുള്ള സുഖം, സന്യാസിയെ സംബന്ധിച്ചിടത്തുള്ള 6 തരത്തിലുള്ള സുഖം, ഗൃഹസ്ഥനെ സംബന്ധിച്ചിട്ടുള്ള 6 തരത്തിലുള്ള ദൗർമനസ്സം, സന്യാസിയെ സംബന്ധിച്ചിട്ടുള്ള 6 തരത്തിലുള്ള ദൗർമനസ്യം, ഗൃഹസ്ഥനെ സംബന്ധിച്ചിട്ടുള്ള 6 തരത്തിലുള്ള ഉപേക്ഷ, സന്യാസിയെ സംബന്ധിച്ചിട്ടുള്ള 6 തരത്തിലുള്ള ഉപേക്ഷ. ഇതെല്ലാം കൂടി 36 തരത്തിലുള്ള
വേദനകളായി. ഭിക്ഷുക്കളെ, 108 തരത്തിലുള്ള വേദനകൾ എന്തൊക്കെയാണ്? മുകളിൽ പറഞ്ഞ 36 വേദനകൾ അത് ഭൂതത്തിലെ, 36 വേദനകൾ അത് ഭാവിയിലെ, 36 വേദനകൾ അത് വർത്തമാനത്തിലെ, ഇതെല്ലാം കൂടി 108 തരം വേദനകളായി. 23. ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബന്ദേ, എന്താണ് വേദന? എന്താണ് വേദനയുടെ ഉൽപ്പത്തി? എന്താണ് വേദനയുടെ നിരോധം? ആ നിരോധനത്തിനുള്ള മാർഗം എന്താണ്? എന്താണ് വേദനയുടെ ആസ്വാദനം? എന്താണ് വേദനയുടെ അപകടം? എങ്ങനെ വേദനയിൽ നിന്ന് നമുക്ക് പുറത്തു വരാം? ഭിക്ഷു, 3 തരത്തിലുള്ള വേദനയുണ്ട്: സുഖവേദന, ദുഃഖവേദന, ന്യൂട്രൽ വേദന. സ്പർശം ഉണ്ടായിക്കഴിഞ്ഞാൽ വേദന ഉണ്ടാകുന്നു. തൃഷ്ണ മൂലമാണ് വേദന ഉണ്ടാകുന്നത്. ആ സ്പർശം നിൽക്കുന്ന സമയത്ത് വേദന ഇല്ലാതാവുന്നു. ഈ അഷ്ടാംഗ മാർഗമാണ് വേദന നിരോധനത്തിലുള്ള മാർഗം. വേദനയോടുള്ള ഛന്ദരാഗം, അതാണ് അതിൻ്റെ ആസ്വാദനം. ആ വേദന അനിത്യമാണ്, ദുഃഖമാണ്, മാറുന്നതാണ്. അതാണ് അതിൻ്റെ അപകടം. ആ വേദനയോടുള്ള ഛന്ദരാഗം, അതായത് ആഗ്രഹവും ആസക്തിയും, അതിനെ ഉപേക്ഷിക്കൽ, അതാണ് വേദനയിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി. 37. ഭിക്ഷുക്കളെ, 3 തരത്തിലുള്ള വേദനകളുണ്ട്: സുഖം, ദുഃഖം, ന്യൂട്രൽ. ഏതൊരു ഭിക്ഷു ഇതിൻ്റെ ആസ്വാദനം, അപകടം, നിസ്സരണം എന്ന് അറിയുന്നില്ലയോ, ആ വ്യക്തിയെ ശ്രമണബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ യോഗ്യനല്ല. എന്നാൽ ഏതൊരു ശ്രമണബ്രാഹ്മണൻ ഇത് അറിയുന്നുവോ ആ വ്യക്തിയെ ശ്രമണബ്രാഹ്മണൻ എന്ന് വിളിക്കാം. 28. ആരാണ് സന്യാസിയാകാൻ യോഗ്യരല്ലാത്ത വ്യക്തിയെന്ന് ഭഗവാൻ പറയുന്നു. ഭിക്ഷുക്കളെ, ഏതൊരു ശ്രമണ ബ്രാഹ്മണന്മാർ വേദനയുടെ ഉദയം, നഷ്ടം, ആസ്വാദനം, ഭയം, നിസ്സരണം ഇവ അറിയുന്നില്ലയോ, 3 തരത്തിലുള്ള വേദനകളിൽ ഇവ അറിയുന്നില്ലയോ, ആ വ്യക്തിയെ ഒരു ശ്രമണ ബ്രാഹ്മണനായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ആ വ്യക്തിക്ക് അർഹന്തൻ്റെ അവസ്ഥ ലഭിക്കുകയുമില്ല. ഈ കാര്യങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് ശരിയായിട്ടുള്ള ശ്രമണ ബ്രാഹ്മണൻ. ആ വ്യക്തി അർഹന്തൻ്റെ ഫലം നേടുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടാണ് പറയുന്നത്. ഒരുപാട് സൂത്രങ്ങൾ ഇടയ്ക്ക് ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ വേണമെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. 37. മാതൃകാമ സംയുക്ത. സ്ത്രീകളെക്കുറിച്ചിട്ടുള്ള ചില ഉപദേശങ്ങളാണ് ഇതിലുള്ളത്. ഇത് അത്ര പ്രാധാന്യമുള്ളതല്ല. സ്ത്രീകളെക്കുറിച്ചിട്ട് എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സംയുക്തം നോക്കാവുന്നതാണ്. 37. മാതൃകാമ സംയുക്തം. 38. ജംബുഘാതക സംയുക്തം, അതായത് ജംബുഘാതകൻ എന്ന ഒരു സന്യാസിയുമായിട്ടുള്ള സംഭാഷണം. ഒരിക്കൽ ജംബുഘാതകൻ എന്ന സന്യാസി ആയുഷ്മാൻ സാരിപുത്തിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, മിത്രമേ, നിബ്ബാണം എന്ന് പറയുന്നു. എന്താണ് നിബ്ബാണം? രാഗത്തിൻ്റെ നാശം, ദ്വേഷത്തിൻ്റെ നാശം, മോഹത്തിൻ്റെ നാശം, ഇതിനെയാണ് നിബ്ബാണം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിബ്ബാണത്തിൻ്റെ ഡെഫിനിഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. രാഗദ്വേഷ മോഹങ്ങൾ നഷ്ടമായി കഴിഞ്ഞാൽ അതുതന്നെയാണ് നിബ്ബാണം എന്ന് പറയുന്നത്. അതുതന്നെയാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത്. മിത്രമേ, അതിനുള്ള വഴി എന്താണ്? തീർച്ചയായിട്ടും അതിനുള്ള വഴി ആര്യ അഷ്ടാംഗിക മാർഗമാണ്. സമ്മാ ദിഠി, സമ്മാ സങ്കപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ, സമ്മോ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി. 2. അർഹന്തഷിപ്പ്. സാരിപുത്ത മിത്രമേ, ഈ അർഹന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനും ഇതേ ഉത്തരമാണ് പറയുന്നത്. രാഗത്തിൻ്റെ നാശം, ദ്വേഷത്തിൻ്റെ നാശം, മോഹത്തിൻ്റെ നാശം, അതാണ് അർഹന്തൻ്റെ അവസ്ഥ. അതിനുള്ള മാർഗം ആര്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ്. മിത്രമേ, വേദന എന്ന് പറയുന്നു. എന്താണ് ഈ വേദന? സുഹൃത്തെ, 3 തരത്തിലുള്ള വേദനകളുണ്ട്: സുഖവേദന, ദുഃഖവേദന, ന്യൂട്രലായിട്ടുള്ള വേദന. ഇതിനെയാണ് 3 തരത്തിലുള്ള വേദനകൾ എന്ന് പറയുന്നത്. ഈ 3 തരത്തിലുള്ള വേദനകളെ അറിയാനുള്ള മാർഗമാണ് ആര്യ അഷ്ടാംഗിക മാർഗം. മിത്രമേ, ഈ ആസവം എന്ന് പറയുന്നത് എന്താണ്? ഈ ആസവം, മിത്രമേ, 3 തരത്തിലുള്ള ആസവങ്ങളുണ്ട്: കാമാസവം, ഭവാസവം, അവിദ്യാസവം. ഈ 3 ആസവത്തെയും മറികടക്കാനുള്ള മാർഗം ആര്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ്. മിത്രമേ, അവിദ്യ എന്ന് പറയുന്നു. എന്താണ് അവിദ്യ? ദുഃഖത്തെ അറിയുന്നില്ല, ദുഃഖത്തിൻ്റെ കാരണത്തെ അറിയുന്നില്ല, ദുഃഖത്തിൻ്റെ നിരോധനത്തെ അറിയുന്നില്ല, ദുഃഖത്തിൻ്റെ നിരോധനത്തിലുള്ള മാർഗത്തെ അറിയുന്നില്ല. ഇതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ അവിദ്യയെ നഷ്ടമാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ആര്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ്. 10. മിത്രമേ, ഈ തൃഷ്ണ എന്ന് പറയുന്നു. എന്താണ് ഈ തൃഷ്ണ? 3 തരത്തിലുള്ള തൃഷ്ണയുണ്ട്: കാമതണഹ, ഭവതണഹ, വിഭവതണഹ. ഇതിനെ നഷ്ടമാക്കാനുള്ള മാർഗം ആര്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ്. സാരിപുത്ത മിത്രമേ, ഈ ഉപാദാനം എന്ന് പറയുന്നു. എന്താണ് ഈ ഉപാദാനം?
മിത്രമേ, 4 തരത്തിലുള്ള ഉപാദാനം ഉണ്ട്. കാമ ഉപാദാനം, ദിഠ്ഠി ഉപാദാനം, ശീലബദ്ധ ഉപാദാനം, അത്താവാദ ഉപാദാനം. ഇങ്ങനത്തുള്ള 4 തരത്തിലുള്ള ഉപാദാനങ്ങളുണ്ട്. 13. മിത്രമേ, ഈ ഭവം എന്ന് പറയുന്നു. എന്താണ് ഈ ഭവം? 3 തരത്തിലുള്ള ഭവമുണ്ട്. കാമഭവം, രൂപഭവം, അരൂപഭവം. അത് മനസ്സിലാക്കാൻ ഈ ആര്യ അഷ്ടാംഗിക മാർഗം ഉണ്ട്. 14. മിത്രമേ, ഈ ദുഃഖം എന്ന് പറയുന്നു. എന്താണ് ഈ ദുഃഖം? മിത്രമേ, 3 തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. ദുഃഖം, സംഘാര ദുഃഖം, വിപരിണാമ ദുഃഖം. ഈ ദുഃഖത്തെ അറിയാൻ ആര്യ അഷ്ടാംഗിക മാർഗം. 15. മിത്രമേ, ഈ സക്കായം എന്ന് പറയുന്നു. എന്താണ് ഈ സക്കായം? ഈ 5 ഉപാദാന സ്കന്ധങ്ങൾ, അതിനോടുള്ള ഉപാദാനമാണ് ഇവിടെ സക്കായം എന്ന് പറയുന്നത്. 16. സാരിപുത്ത മിത്രമേ, ഈ ധമ്മവിനയത്തിൽ എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യം? മിത്രമേ, പ്രവജ്യയാണ് ഈ ധമ്മ വിനയത്തിൽ ബുദ്ധിമുട്ടുള്ള മാർഗം. മിത്രമേ, ഏതൊരു വ്യക്തി പ്രവജ്യ നേടിയിട്ടുണ്ടോ ആ വ്യക്തിക്ക് എന്താണ് ബുദ്ധിമുട്ട്? അതിൽ മനസ്സ് രമിക്കുക, അതാണ് പ്രവജ്യ ചെയ്തിട്ടുള്ള ഒരാൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്. മനസ്സ് രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അടുത്ത ബുദ്ധിമുട്ട്? ധമ്മത്തിന് അനുസരിച്ച് അഭ്യസിക്കുക, അതാണ് അടുത്ത ബുദ്ധിമുട്ട്. ധർമ്മത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അർഹന്തനാകാൻ എത്ര സമയമെടുക്കും? അധികം സമയം എടുക്കില്ല. ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. സാരിപുത്തൻ പറയുന്നുണ്ട്, അധിക സമയം എടുക്കില്ല. 39. സമണ്ഡക സംയുക്ത. സമണ്ഡകൻ എന്ന ഒരു സന്യാസിയുമായിട്ടുള്ള സംഭാഷണങ്ങൾ. നിബ്ബാണത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ രാഗക്ഷയം, ദ്വേഷക്ഷയം, മോഹക്ഷയം, അതന്നെയാണ് നിബ്ബാണം എന്ന് പറയുന്നു. 40. മൊഗ്ഗല്ലാന സംയുക്തം. മൊഗ്ഗല്ലാനെ സംബന്ധിച്ചിട്ടുള്ള ചില സംയുക്തങ്ങൾ. 8 തരത്തിലുള്ള ധ്യാനത്തെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതിനുശേഷം അനിമിത്ത സമാധി, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ധ്യാനങ്ങളെക്കുറിച്ച് അറിയാൻ ഈ സൂത്രം നിങ്ങൾ സ്വയം നോക്കാവുന്നതാണ്. അടുത്തത് 41. ചിത്ത സംയുക്ത. ചിത്ത എന്ന ഒരു ഗൃഹസ്ഥനുണ്ടായിരുന്നു. ആ ഗൃഹസ്ഥനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ. 2. ഇസിദത്ത. ചിത്ത എന്ന ഹൗസ് ഹോൾഡേഴ്സ് പലതരത്തിലുള്ള ധാതുക്കളെക്കുറിച്ച് ചോദിക്കുന്നു. ഭഗവാൻ ഏതെല്ലാം തരത്തിലുള്ള ധാതുക്കളെക്കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഇസിദത്തൻ എന്ന ഭിക്ഷു ഇങ്ങനെ പറയുന്നു, ഭഗവാൻ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ധാതുക്കൾ എന്ന് പറയുന്നത് ചക്കുധാതു, രൂപധാതു, ചക്കുവിജ്ഞാന ധാതു, അതേപോലെ തന്നെ ബാക്കിയുള്ള 5 ആയതനങ്ങളിലും ധാതുക്കളുണ്ട്. അതിനെയാണ് ഇവിടെ പലതരത്തിലുള്ള ധാതുക്കളായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് പലതരത്തിലുള്ള ദിഠ്ഠികൾ വരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിനുത്തരം പറയുന്നത് നമ്മുടെ 5 ഉപാദാന സ്കന്ധങ്ങളോടുണ്ട്. അതിനോടുള്ള ആസക്തി തന്നെയാണ് പലതരത്തിലുള്ള ഫിലോസഫികൾക്കും ദർശനങ്ങൾക്കുള്ള കാരണം. 6. കാമഭൂ. ഞാൻ ഒരുപാട് സൂത്രങ്ങൾ ഇടയ്ക്ക് ഉപേക്ഷിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ടഫായിട്ടുള്ള കുറേ ചോദ്യോത്തരങ്ങളാണ് ഇതിലുള്ളത്. ഗൃഹസ്ഥൻ ചിത്ത ആയുഷ്മാൻ കാമഭുവിനോട് ചോദിച്ചു, എത്ര തരത്തിലുള്ള സംഘാരങ്ങളുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 3 തരത്തിലുള്ള സംഘാരമുണ്ട്. കായസംഘാരം, വജീസംഘാരം, ചിത്തസംഘാരം. കായസംഘാരം എന്നാൽ എന്താണ്? അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസം, അതുതന്നെയാണ് കായസംഘാരം. വിതർക്ക വിചാരം, അതുതന്നെയാണ് വജീസംഘാരം. സംജ്ഞാ വേദന, ഇതുതന്നെയാണ് മനോസംഘാരം. 7. ഇവിടെ പലതരത്തിലുള്ള മുക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്രമാണ ചേതോ വിമുക്തി, അകിഞ്ചന ചേതോ വിമുക്തി, ശൂന്യത ചേതോ വിമുക്തി, അനിമിത്ത ചേതോ വിമുക്തി. ഇതെല്ലാം പലതരത്തിലുള്ള വിമുക്തികളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ വിമുക്തിയുടെയും കാരണവും അതെന്താണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പക്ഷേ എല്ലാറ്റിലും നല്ല വിമുക്തി എന്ന് പറയുന്നത് ചേതോ വിമുക്തി തന്നെയാണ്. പലതരത്തിലുള്ള വിമുക്തിയെക്കുറിച്ച് അറിയുന്നതിന് 8ാമത്തെ സൂത്രം നോക്കിക്കഴിഞ്ഞാൽ മതി. 42. ഗാമിണി സംയുക്ത. 1. ഒരിക്കൽ ചന്ദ എന്ന് പറയുന്ന ഹെഡ്മാൻ ഭഗവാന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ ക്രൂരൻ എന്നും മറ്റൊരു വ്യക്തിയെ സാധു എന്നും വിളിക്കുന്നത്? ഹെഡ്മാൻ, ചില വ്യക്തികൾ ഉള്ളിലെ രാഗത്തെ ഇല്ലാതാക്കിയിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവർ ആ വ്യക്തിയെ അലോസരപ്പെടുത്തുന്നു. മറ്റുള്ള വ്യക്തികൾ അലോസരപ്പെടുത്തുന്ന സമയത്ത് ആ വ്യക്തി അലോസരം കാട്ടുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിയെ ക്രൂരൻ എന്ന് പറയുന്നത്. ചില വ്യക്തികൾ ദ്വേഷത്തെ വിട്ടിട്ടില്ല, മോഹത്തെ വിട്ടിട്ടില്ല. അപ്പോൾ മറ്റുള്ളവർ ആ വ്യക്തിയെ അലോസരപ്പെടുത്തുന്നു. മറ്റുള്ളവർ ആ വ്യക്തിയെ അലോസരപ്പെടുത്തുന്ന സമയത്ത് ആ വ്യക്തി അലോസരം കാട്ടുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിയെ ക്രൂരൻ എന്ന് വിളിക്കുന്നത്.
എന്നാൽ മറ്റുള്ളവർ ഈ രാഗദ്വേഷ മോഹങ്ങളെ പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ അലോസരപ്പെടുത്തുന്ന സമയത്ത് ഈ വ്യക്തി അലോസരൻ ആകുന്നില്ല. അലോസരൻ ആകാത്തതുകൊണ്ട് അലോസരത ആ വ്യക്തി പ്രകടമാക്കുന്നും ഇല്ല. അതുകൊണ്ടാണ് ആ വ്യക്തിയെ നല്ല വ്യക്തി എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൽ തന്നെ അഭിനേതാക്കൾ, പട്ടാളക്കാർ, അതേപോലെ തന്നെയുള്ള ആൾക്കാർ അവരുടെ മരണശേഷം എന്താകും എന്ന് പറയുന്നുണ്ട്. അത് അറിയണമെങ്കിൽ ഈ സൂത്രങ്ങളിൽ നോക്കിയാൽ മതി. ഇതിൽ പകുതിയിലേറെ ഉപദേശങ്ങളാണ്. ധർമ്മവും പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്പം കമ്മിയാണ്. അത് കാരണം ഞാൻ ഇതിനെ പരിപൂർണമായിട്ടും വിവർത്തനം ചെയ്യുന്നില്ല. 43 അസംഘാത സംയുക്തം, അൺകണ്ടീഷൻഡ്. അതായത് നിർവ്വാണത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് നിബ്ബാണം, അൺകണ്ടീഷൻഡ്, അതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ രാഗദ്വേഷ മോഹം ഇതിൻ്റെ നഷ്ടം, ഇത് തന്നെയാണ് അസംഘാതം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള വഴി എന്താണ്? കായകഥാനുസതി. അത് ചെയ്തു കഴിഞ്ഞാൽ അർഹന്തനാകാം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അർഹന്തനാകാനുള്ള രണ്ടാമത്തെ വഴി സമതാച വിപശ്യനാച, സമതയും വിപശ്യനയും. ഇനി പറയുന്നതെല്ലാം അർഹന്തനാകാനുള്ള വഴിയാണ്. വളരെ പ്രധാനപ്പെട്ട വഴികളാണ്. വളരെ ചുരുക്കിയിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. എംപ്റ്റിനെസ് കോൺസെൻട്രേഷൻ, അതുമൂലം നമ്മൾക്ക് അർഹന്തനായിട്ട് തീരാം. 4 സതിപഠാനം മൂലം നമ്മൾക്ക് അർഹന്തനായിട്ട് തീരാം. അതായത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. 4 വ്യായാമങ്ങൾ മൂലം നമുക്ക് അർഹന്തനായിട്ട് തീരാം. 4 ഇദ്ധിപാദത്താൽ നമുക്ക് അർഹന്തനായിട്ട് തീരാം. 5 ഇന്ദ്രിയങ്ങളാൽ നമുക്ക് അർഹന്തനായിട്ട് തീരാം. 5 ബലങ്ങളാൽ നമുക്ക് അർഹന്തനായിട്ട് തീരാം. അതായത് 37 ബോധിപക്ഷീയ ധർമ്മത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. 7 ഭോജ്യാംഗങ്ങളാൽ നമുക്ക് അർഹന്തനായിട്ട് തീരാം. 8 ആര്യ അഷ്ടാംഗിക മാർഗത്താൽ നമുക്ക് അർഹന്തനായിട്ട് തീരാം. 12 ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് വെറും സമത കൊണ്ട് നമുക്ക് അർഹന്തനായിട്ട് തീരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറ്റും എന്നാണ് പറയുന്നത്. എന്താണ് ഈ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള അവസ്ഥ? രാഗത്തിൻ്റെ, ദ്വേഷത്തിൻ്റെ, മോഹത്തിൻ്റെ നാശം. അതുതന്നെയാണ് ഈ അൺകണ്ടീഷൻഡിൽ എത്തിച്ചേരാനുള്ള അവസ്ഥ. അൺകണ്ടീഷൻഡ് എന്ന് പറയുമ്പോൾ ഉപാധികളില്ലാത്ത, അതായത് അർഹന്തൻ്റെ അവസ്ഥ, നിബ്ബാണം എന്നൊക്കെ പറയാം. ഈ അവസ്ഥ എത്താനുള്ള മാർഗം എന്താണ്? ഇതിൽ പറഞ്ഞിട്ടുള്ളത് വെറും സമത മാത്രമാണ്, സെറീനിറ്റി. വെറും സമത കൊണ്ട് മാത്രം നമ്മൾക്ക് അർഹന്തനായിട്ട് തീരാം എന്ന് ഇവിടെ പറയുന്നുണ്ട്. രണ്ടാമത്തത് വിപശ്യന കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടും കൂടി മിക്സ് ആകുന്ന സമയത്ത് മാത്രമേ ഇത് സാധിക്കുള്ളൂ. കാരണം സമതിയിൽ പോയി കഴിഞ്ഞാലും വിപശ്യന ചെയ്യാതെ നമുക്ക് ഒരിക്കലും മുക്തനാകാൻ സാധിക്കില്ല. അതുകൂടാതെ സമതിയില്ലാതെ നമുക്ക് വിപശ്യന ചെയ്യാനും പറ്റില്ല. 4 സതിപഠാന കൊണ്ട് നമുക്ക് അർഹന്തനായിട്ട് തീരാൻ സാധിക്കും. ഇനി നിബ്ബാണത്തിൻ്റെ പലതരത്തിലുള്ള പര്യായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് എന്തിനേക്കാണ് നിബ്ബാണം എന്ന് പറയുന്നത്? അകലെയുള്ള തീരം, സൂക്ഷ്മമായത്, കാണാൻ ബുദ്ധിമുട്ടുള്ളത്, വാർദ്ധക്യമില്ലാത്തത്, മാറാത്തത്, നശിക്കാത്തത്, പ്രകടമാകാത്തത്, കൂടുതൽ ആകാത്തത്, ശാന്തമായത്, മരണമില്ലാത്തത്, സൂക്ഷ്മമായത്, ഉത്തമമായത്, സുരക്ഷിതമായത്, തൃഷ്ണയുടെ നഷ്ടം, അത്ഭുതകരം, ആശ്ചര്യകരം, രോഗമില്ലാത്തത്, രോഗമില്ലാത്ത അവസ്ഥ, നിബ്ബാണം, കളങ്കമില്ലാത്തത്, രാഗമില്ലാത്തത്, ശുദ്ധത, സ്വതന്ത്രത, ഒട്ടിപ്പിടിക്കാത്തത്, ദ്വീപ്, ആശ്രയം, ശരണം, ഇതിനെയൊക്കെ നിബ്ബാണം എന്ന് വിളിക്കാം. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് രാഗദ്വേഷ മോഹത്തിൻ്റെ നാശമാണ്. 44 അഭ്യാഗത സംയുക്ത. അതായത് ബുദ്ധൻ പല കാര്യങ്ങളെയും വെളിപ്പെടുത്തിയിട്ടില്ല. അതായത് ഇത് ശരിയാണോ തെറ്റാണോ അതിനെപ്പറ്റി ഒരിക്കലും ബുദ്ധൻ സംസാരിച്ചിട്ടില്ല. അതിന് കാരണമുണ്ട്. അതായത് മരണശേഷം തഥാഗതൻ ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി സൂത്രങ്ങളിൽ നോക്കുക. പല കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്താതിരിക്കാനുള്ള കാരണവും ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലോകം ശാശ്വതമാണോ നശ്വരമാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം ഉത്തരം കൊടുക്കാറില്ല. ശരീരവും ആത്മാവും ഒന്നാണോ വെവ്വേറെയാണോ എന്നുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതിനൊന്നും അദ്ദേഹം ഉത്തരം കൊടുക്കാറില്ല. അപ്പോൾ ഇത്തരം ഉത്തരം കൊടുക്കാത്ത ചോദ്യങ്ങളാണ് ഈ സൂത്രത്തിൽ ഉള്ളത്. അപ്പോൾ സലായതന സൂത്രം സമാപിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.